ഹായ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഊട്ടിക്ക് പോവാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഊട്ടിക്ക് പോകുന്നത് സാധാരണ കോയമ്പത്തൂർ മേട്ടുപ്പാളം വഴിയാണ് പോകാറ്. നമ്മളിപ്പം കുറച്ചുകൂടെ ചെറുതായിട്ടൊന്ന് ചുറ്റി നമ്മൾ നാടുകാണിച്ചുരം കയറി, അത് നാടുകാണിച്ചുരം കയറി ഗൂഡല്ലൂർ വഴിയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഗൂഡല്ലൂർ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട് ഊട്ടിക്ക്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ കുറച്ച് വീഡിയോസ് ഊട്ടിലെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങേറ്റത്ത് മലകളൊക്കെ ഉണ്ട്, എന്നാ രസമാണെന്ന് നോക്കിയാൽ. നമ്മളിപ്പോൾ ഗൂഡല്ലൂർ തന്നെയാണ് കേട്ടോ. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് കുറച്ച് മേലോട്ട് വന്നു. ഗൂഡല്ലൂർ ടൗണിലൊക്കെ അത്യാവശ്യം നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വലിയ തിരക്കില്ല. അങ്ങേറ്റത്തെ മല കാണാൻ രസം നോക്കിയിട്ടില്ല. കോടയെല്ലാം കയറി നിൽക്കുവാണേ. വീടിക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ആണ് അവിടുത്തെ ബോർഡ് കണ്ടായിരുന്നത്. ഊട്ടിക്ക് ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ആണ് ഉള്ളത്. മുമ്പേ കണ്ട ആ മലയുടെ കുറച്ചുകൂടെ അടുത്തോട്ട് വന്നു. ഇപ്പം നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ പോവാണ് കേട്ടോ. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്, നല്ല സൈസായിട്ടാണ് നിൽക്കുന്നത്, നല്ല വലിപ്പമുള്ള മരങ്ങൾ. ഈ സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ടീ ഫാക്ടറി ഉണ്ടേ. അതിനത് കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇവിടെ ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് ഒരു ഫോഴ്സ് വാഗന്റെ വണ്ടിയാണ് കേട്ടോ. ആക്സിഡന്റ് ആയി, ഇപ്പോഴെങ്ങോട്ടായതാന്ന് തോന്നുന്നു. ഓളോ ആയിരുന്നേ. ഒരു സൈഡ് ഏതോ ഒന്നിന് വണ്ടി വന്ന് ഇടിച്ചാന്ന് തോന്നുന്നു. സൈഡില്ല, ഒരു സൈഡ് ഫുള്ള് പോയി. ഇത് വേറൊരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. ആ മല കാണാൻ ഞാൻ രസം നോക്കി, ഭയങ്കര രസമുണ്ടല്ലോ. ആ മലയുടെ അറ്റം കണ്ട എങ്ങനെ ഇരിക്കുന്നു, കൂർത്തിരിക്കുന്നു. നമ്മളാ മലയെ ചുറ്റിയാന്ന് തോന്നുന്നു വരുന്നത്. ഇത് സൈഡിൽ കുറച്ച് കുരങ്ങന്മാരിരിക്കുന്നു. ഇപ്പോഴും രണ്ട് സൈഡിലും തേയിലയാണ്, തേയിലത്തോട്ടങ്ങളാണ്. വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. യൂക്കാലി മരങ്ങളാണേ. എന്നാ രസമാണെന്ന് നോക്കി, നല്ല ഗോൾഡൻ കളറിൽ ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ. നല്ല തണുപ്പും അടിപൊളിയാണ്. നല്ല ഹൈറ്റും ഉണ്ട്, നല്ല വണ്ണമുണ്ട്. നമ്മളിപ്പോ യൂക്കാലി മരങ്ങളുടെ കൂട്ടത്തോടെ ബൈ പറഞ്ഞ് നമ്മളിപ്പോ പോരുവാണ് കേട്ടോ. നമ്മൾ വന്നപ്പോ തിരക്കില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടംപോലെ തിരക്കാണ് ഈ സ്ഥലം നോക്കി. ഇവിടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് ചെറിയ പിള്ളേർക്ക് കയറാൻ പറ്റിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് ആണ് രസം. വെയിലിന്റെ ഒരു അംശം പോലും തറയാൻ പറ്റുന്നില്ല. വെയിലില്ല, ഭയങ്കര ഒരു മൂടലും നല്ല തണുപ്പും. നോക്കിയേ, ആ മരങ്ങളുണ്ട് ഗോൾഡൻ കളറിൽ ഇങ്ങനെ മിന്നു നിൽക്കുന്നുണ്ട് റോഡിന്റെ രണ്ട് സൈഡിലും. ഭയങ്കര രസമുണ്ട് കാണാൻ. യൂക്കാലിക്കാടുകളൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി കേട്ടോ. പക്ഷെ ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഊട്ടിക്കൊണ്ടോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ സൈൻ ബോർഡ്സ് ഒന്നും ഇല്ല, നെറ്റും വർക്കാകുന്നില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഒറ്റ വഴിയുള്ളത് കൊണ്ട് നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, നേരെ അങ്ങ് പോകുന്നേ ഉള്ളൂ. വാവ്, നമ്മുടെ ഫസ്റ്റ് കോട കേട്ടോ. നമ്മൾ ഊട്ടി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് കോട നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഊട്ടിയിലെ കോടമഞ്ഞിന്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളിയല്ലേ നോക്കിയേ, നല്ല കോട കയറി ഇടുന്നുണ്ട്. താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ കുഴിയൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വലിയ കൊക്കയാണ്. അവിടെ ഒരു സാധനം പോലും കാണത്തില്ല, ഫുള്ള് കോടമഞ്ഞ. അടിപൊളിയല്ലേ അല്ലേ? ഈ ഡിസംബർ മാസം കൂടെ ആയതുകൊണ്ടേ ഭയങ്കര രസമാണ്, ഭയങ്കര തണുപ്പുണ്ട്. ഇപ്പൊ തന്നെ നല്ല അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല കോടയുണ്ട്. സാധാരണ മാസങ്ങളിൽ വരുന്നേക്കാട്ടും കൂടുതൽ തണുപ്പും കോടയും ഈ ഡിസംബർ ജനുവരിയിലൊക്കെ കാണാൻ പറ്റും. എന്താ രസം നോക്കി. കോട കണ്ടിട്ട് നിർത്താതിരിക്കാൻ പറ്റുന്നില്ല. അന്യായ കോട എന്ന് പറഞ്ഞോണ്ടല്ലോ, അന്യായ കോട. ഭയങ്കര രസമാണേ.
ഞാൻ താഴോട്ട് നോക്കാം, ഒരു സാധനം കാണാൻ പറ്റുന്നില്ല. എന്നാ രസം നോക്കിയേ. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്നൊരു കോട. നമ്മുടെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. എന്താ രസം നോക്കി. കോടയിൽ മുങ്ങി നിൽക്കുന്ന മരം കാണാൻ നല്ല രസമുണ്ടല്ലേ, അടിപൊളി. ഇപ്പൊ നമ്മൾ നടുവറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ, ഇത്ര നേരം വെയിലില്ലായിരുന്നു, ഇപ്പോഴാണ് കുറച്ച് വെയിലൊന്ന് തെളിയാൻ തുടങ്ങിയത്. ഇതാണ് നടുവറ്റം ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ ജസ്റ്റ് കുറച്ചൊരു 500 മീറ്റർ ബാക്ക് സൈഡിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. വരുന്ന പിള്ളേർ സെറ്റിന്റെ എല്ലാം വണ്ണ് നിർമ്മിച്ച് ബാഗ് സഹിതമായി അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോട്ടിലെ കുപ്പി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും. നമ്മൾ വരുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ഒരു ചെറിയൊരു തടാകം, അടിപൊളിയല്ലേ നോക്കിയേ. ചുറ്റിനും മലകളാണേ, ചുറ്റിനും മഴകളും നടുക്ക് ചെറിയൊരു തടാകം. ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. പക്ഷെ ബോട്ടിങ്ങോ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും കാണാനില്ല ഇവിടെ. ഏതായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. അവിടെ ചെറിയൊരു ബ്രിഡ്ജ് പോലെയാണ്, ബ്രിഡ്ജല്ല, ഒരു ചെറിയൊരു ചെക്ക് ഡാമാണ്. നമുക്ക് പോയി നോക്കാം. ചുറ്റിനും മലകളാണ് കേട്ടോ. മലയുടെ നടുക്കാണ് ഇതുപോലെ ചെക്ക് ഡാം കെട്ടി വെള്ളം ഇതുപോലെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തടാകമായിരിക്കും. പക്ഷെ ഇനി നമുക്ക് അത്യാവശ്യം നല്ല ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര തുടരാം അല്ലേ. ഇനി ഊട്ടിക്ക് ഏകദേശം 30 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത് കേട്ടോ. വൈറ്റ് സൈഡ് ഫ്രഷ് ക്യാരറ്റ് വെച്ചിരിക്കുന്നത്. ഇനി ഊട്ടിലോട്ട് പോകും തോറും ചെല്ലും തോറും ക്യാരറ്റിന്റെ ബഹളമായിരിക്കും. ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂർ നമുക്ക് ഡ്രൈവ് ചെയ്യാണ്. എന്നാ രസം നോക്കി. അത്യാവശ്യം കൃഷികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ അവരുടെ ചെറിയ വീടുകളും ആ മലയിടുക്കും ആ ഒരു കോടയൊക്കെ വെച്ച് എന്നാ രസമല്ലേ. ഇന്ദിരാനഗർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ, ഇന്ദിരാനഗർ. ഇവിടുത്തെ തേയിലത്തോട്ടത്തിലുള്ള ജോലി ചെയ്യുന്നവർക്ക് വീടുകളാണ് കേട്ടോ ഈ സൈഡിൽ കൂടെ കാണുന്നത്. അങ്ങ് സൈഡ് മരങ്ങൾ നിൽക്കുന്നുണ്ട്. അത് എന്ത് മരം അതൊരു ഐഡിയ ഇല്ല, പക്ഷെ ഭയങ്കര രസമല്ല കേട്ടോ. ആകാശത്തിന്റെ നീല കളറും ആ നീല വെള്ളം ഇടചേർന്ന കളറും ആ മരത്തിന്റെ ഇതുണ്ട്. എകരങ്ങളൊന്നും അതില്ല, നീണ്ടു നിൽക്കുകയാണ് കേട്ടോ. എന്നാ രസമല്ലേ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഇനി ഏകദേശം 20 കിലോമീറ്റർ കൂടെ ഉണ്ടാവും ഊട്ടിലോട്ട്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടപ്പം നിർത്തിയാണ് കേട്ടോ. ഇതാണ് പൈക്കര ഡാം. ഇങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുണ്ടോ, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പവർ സ്റ്റേഷനൊക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ഇതുണ്ട്, ഈ കാണുന്നതാണ് പഴയ പാലമാണ്. ഇപ്പം ആ പാലം ആർക്കും യൂസ് ചെയ്യുന്നില്ല, ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് തന്നെ പുതിയ പാലമുണ്ട്. പുതിയ പാലത്തിൽ അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 3 ഷട്ടറിൽ കൂടെ വെള്ളം വെളിയിലോട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഇതുണ്ടോ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നല്ല ഗ്രീൻ കളറിലാണ് വെള്ളം. ഇതിൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൈക്കര ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഈ ഡാമിൽ തന്നെയാണ് ബോട്ടിംഗ് ഉള്ളത്. ഡാമിൻ്റെ റിസർവറിൻ്റെ അകത്താണ് ബോട്ടിംഗ് ഉള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയില്ല, നമ്മൾ നേരെ ഊട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ കൂടെ ഉണ്ട് ഊട്ടിലോട്ട്. ഗൈസ്, നമ്മളൊരു കുതിരേനെ വഴിക്ക് വെച്ചിട്ടുണ്ട്. ധാരണ കുതിരയാണെന്നൊരു പിടുത്തമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഊട്ടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ. ജസ്റ്റ് റൂമിലൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആണ്. രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സോ അതിനിടയ്ക്ക് ഫുഡ് കഴിക്കണം. ഇനി ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഏകദേശം ഊട്ടി എത്താനായിരുന്നു കേട്ടോ. ഇതുണ്ടോ, അങ്ങേറ്റത്ത് കാണുന്നതാണ് ഊട്ടി പട്ടണം. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ഊട്ടി ടൗണിലോട്ട്, ഊട്ടി പട്ടണത്തിലോട്ട് അടുക്കുകയാണ് കേട്ടോ. ഗൈസ്, ഇപ്പൊ സമയം ഏകദേശം 4:15 ആയതേ ഉള്ളൂ.
ഒടുക്കത്തെ തണുപ്പാ. റൂമിൽ കയറി ഞങ്ങൾ റൂമിൽ വന്നു, ഫുഡ് കഴിച്ചു, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പം നമുക്ക് ടൗണിലോട്ട് ഇറങ്ങാം. ഊട്ടി ലേക്കിൻ്റെ സൈഡൊക്കെ പോയിട്ട് കണ്ടുവരാമെന്ന് വെച്ചു. ഗൈസ്, നമ്മളിപ്പോൾ ഊട്ടി ലേക്കിലോട്ട് വന്നിരിക്കുകയാണ്. ഊട്ടി ലേക്ക് നല്ല തിരക്കുണ്ട് ഇവിടെ. വണ്ടി സൈഡ് ചേർത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് തിരക്കാണ്. ഉണ്ട്, ഇതിനകത്ത് ഫുള്ള് തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമേ ഇല്ല. നമ്മളിപ്പോൾ ലേക്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുതിരകളൊക്കെ കണ്ടോ. ഇതുപോലെ നമുക്ക് ക്യാഷ് കൊടുത്ത് കഴിഞ്ഞാൽ കയറാൻ 5-10 മിനിറ്റ് നേരത്തെ റൈഡിന് കൊണ്ടുപോയത് കേട്ടോ. നമ്മളിപ്പം ബോട്ട് ഹൗസിന് മുന്നിലാണ്. ഇവിടെ അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ട്. ഫെയർ വേണമെങ്കിൽ 20 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ചാർജസ് ആണ് കേട്ടോ. 3 സീറ്ററിൻ്റെന് 500-ഉം 5 സീറ്ററിൻ്റെ 550 ആണ്. 2 സീറ്റിൻ്റെ 350, 4 സീറ്റിൻ്റെ 450. അങ്ങനെ പല റേറ്റിലുള്ള ബോട്ട് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആ 20 രൂപ ടിക്കറ്റ് എൻട്രി ഫീസ് മാത്രമാണ് നിങ്ങൾ അകത്തോട്ടുള്ളത്. ബോട്ടിങ്ങിന് സെപ്പറേറ്റ് ആണ്. ഇവിടെ എല്ലായിടും നല്ല റഷാണ് കേട്ടോ. ബോട്ടിങ്ങിനൊക്കെ ടിക്കറ്റ് എടുക്കാൻ അന്യായ തിരക്കാണ് കേട്ടോ. ഇവിടെ 3-4 കൗണ്ടറുണ്ട്. എല്ലാ കൗണ്ടറിലും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഇതാണ് ഊട്ടിയിലെ ലേക്ക്. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞേക്കരുത്. ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ടൂർ വന്നപ്പോൾ വന്നിട്ടുള്ളതാണ് പണ്ട്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ. നമ്മുടെ ലേക്കിൻ്റെ അടുത്ത് ബോട്ടിങ് അല്ലാതെ കുറച്ച് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള കുറേ അതിൻ്റെ അകത്തിരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് കുറേ ഗെയിംസ് ഉണ്ട്. മുതിർന്നവർക്കുള്ള ഇത് മാത്രമുള്ള ഇപ്പം അപ്പുറത്തൊക്കെ ഉണ്ട്. അവിടെ മാത്രമല്ല, ഇപ്പുറത്തോടെ മാറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ട്രെയിന്, ഷിപ്പുണ്ട്, അത്യാവശ്യം റൈഡ്സ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അവിടെ ഒരു തൂക്കുപാലമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നെന്ന് തോന്നുന്നു. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അതിപ്പം കുറേ വർഷങ്ങളായി. അത്യാവശ്യം ഗെയിംസ് ഒക്കെ ഉണ്ട്. തൂക്കുപാലം കാണാൻ അടിപൊളിയല്ലേ. അവിടെ ടവറുണ്ട്. ഇരുട്ടാറായി. ബോട്ടിങ് എപ്പോൾ വരെ ഉണ്ടെന്ന് അറിയത്തില്ല. സന്ധ്യ ആകുന്ന ഇരുട്ടുന്നോണം വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും ബോട്ടിങ്ങിൻ്റെ കൗണ്ടർ ആൾക്കാരുടെ തിരക്കുണ്ട്. ഞങ്ങളിവിടെ ഊട്ടിയിലെ ലേക്കിനടുത്ത് ചെറിയൊരു ചന്ന മസാലയും ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് ഇവിടെ തണുപ്പ് ആസ്വദിച്ചിരിക്കുക. അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പിൻ്റെ കൂടെ ചൂട് കാപ്പി. ഗൈസ്, നമ്മളിപ്പോൾ ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന്, അതായത് ലേക്കിൻ്റെ അവിടെ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ 6:30 അടയ്ക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 6:20. ഏതാനും ചെന്ന് നോക്കാം. അടയ്ക്കാനാണ് സാധ്യത. ഈ കാണുന്ന വണ്ടി എല്ലാം അങ്ങോട്ടുള്ള വണ്ടികളാണ് കേട്ടോ. അങ്ങോട്ട് അന്യായ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്കാണ്. അവിടെ എപ്പോൾ ചെല്ലുന്നൊരു പിടുത്തമില്ല. ഗൈസ്, നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ക്ലോസ് ആയി കേട്ടോ. 10 മിനിറ്റേ ഉള്ളെന്ന് പറഞ്ഞു. ഇപ്പം കയറിയാലും ഉടനെ തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ഇവിടെ ടൈമിങ് 7 AM to 6:30 PM ആണ്. ഒരു ടിക്കറ്റിന് 100 രൂപ കണ്ട്. 10 മിനിറ്റിന് വേണ്ടി നമുക്കിത് കയറണമല്ലോ. നാളെ രാവിലെ, നാളെ വൈകുന്നേരം നോക്കിയിട്ട് ടൈം കിട്ടുന്ന പോലെ നോക്കിയിട്ട് വരാം. ഇവിടെ വന്ന് ഷോപ്പിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന ഫുള്ള് ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഈ സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഡ്രസ്സിൻ്റെ ചാകര കേട്ടോ. അങ്ങേയറ്റം വരെ. കൂടുതലും ഈ ജാക്കറ്റ്സ് ഒക്കെയാണ്. 100 രൂപ തൊട്ടുള്ള ജാക്കറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ നൈറ്റ് ടൈമിൽ ഊട്ടീനെ കണ്ടോ കേട്ടോ. അടിപൊളി തണുപ്പാണേ. ഏകദേശം 14 ഡിഗ്രി സെൽഷ്യസാണ് തണുപ്പ് കാണിക്കുന്നത്. ഞാൻ അടിപൊളിയല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടി. ഈ താഴെ കാണുന്ന ഊട്ടി ടൗൺ ആണേ.
അങ്ങനെ നമ്മുടെ ഊട്ടിയിൽ ആദ്യത്തെ യാത്ര നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാറായി. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പം ഞങ്ങൾ എ ഫ്രെയിം ടൈപ്പുള്ളൊരു റൂമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നാളെ നേരം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽസ് അത് കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കമൻറ്റുകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ ഊട്ടിയുടെ പുതിയ കാഴ്ചകളായിട്ട് കാണുന്നവരേക്കും ബൈ.